അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ മന്ത്രിസഭ ശനിയാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേജ്രിവാൾ നാളെ നേരിൽ കണ്ട് ക്ഷണിക്കും. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ആരാഞ്ഞ് ആദായനികുതി വകുപ്പ് ആം ആദ്മി പാർട്ടിക്ക് നോട്ടീസ് അയച്ചു. മനീഷ് സിസോദിയ, സത്യേന്ദ്ര ജെയിൻ, ആദർശ് ശാസ്ത്രി, സൗരവ് ഭരദ്വാജ്, ഗിരീഷ് സോണി എന്നിവരാകും കേജ്രിവാളിനൊപ്പം ആദ്യഘട്ടത്തിൽ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുക. ഇതിൽ ആദർശ് ശാസ്ത്രി ഒഴികെയുള്ളവർ ആദ്യ ആം ആദ്മി മന്ത്രിസഭയിലും അംഗങ്ങളായിരുന്നു. ശനിയാഴ്ച നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാളെ രാവിലെ 10:30 കേജ്രിവാൾ നേരിൽ കണ്ട് ക്ഷണിക്കും. കേന്ദ്രമന്ത്രിസഭയിലെ മുഴുവൻ അംഗങ്ങൾ, ദില്ലിയിലെ എംപിമാർ, കിരൺ ബേദി തുടങ്ങിയവരെയും സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കുമെന്ന് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കി. ഇന്ന് വൈകിട്ട് 6:30 രാഷ്ട്രപതി പ്രണബ് മുഖർജിയെയും കേജ്രിവാൾ സന്ദർശിക്കും. ദില്ലിയുടെ വികസനത്തിനായി കേജ്രിവാളുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും കേജ്രിവാളും ടീം ഇന്ത്യയുടെ ഭാഗമാണെന്നും രാവിലെ അരവിന്ദ് കെജ്രിവാളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞു. ऐतिहासिक विजय मिलने के बाद उनके लिए ये महत्वपूर्ण कर्तव्य भी होगा, जो वादा किया उस वादाओं को निभाने के लिए प्रयास करना चाहिए. उसमें जहां तक केंद्र का संबंध है, केंद्र के द्वारा जो संभव होगा पूरी सहायता देने के लिए मैंने उनको ആശ്വാസം दिया है. ഇതിനിടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്ക് ആദായനികുതി വകുപ്പ് നോട്ടീസ് അയച്ചു. പാർട്ടി ഫണ്ടിലേക്ക് സംഭാവന നൽകിയവരുടെ പട്ടികയിൽ ഇല്ലാത്ത കമ്പനികളുടെ പേരും ആം ആദ്മി പാർട്ടി പരസ്യപ്പെടുത്തിയിരുന്നു. ഇതിനെ സംബന്ധിച്ച പരാതിയെ തുടർന്നാണ് 3 ദിവസം മുൻപ് ആദായനികുതി വകുപ്പ് പാർട്ടിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചത്. ഈ മാസം 16-നകം നോട്ടീസിന് ആം ആദ്മി പാർട്ടി മറുപടി നൽകണം. റിപ്പോർട്ടർ, ദില്ലി.